ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമലയിൽ ബിന്ദുവും കനകദുർഗയും കയറിയതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല ചെയ്യപ്പെട്ട ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന BJP പ്രവർത്തകന്റെ കൊലപാതകം കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെയാണ് നടന്നത് എന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനു മുൻപ് വന്ന കള്ളപ്രചരണങ്ങൾക്കെല്ലാം എതിരായ ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPM പ്രവർത്തകർ ചന്ദ്രൻ ഉണ്ണിത്താനെ കൊല ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് കെട്ടിടത്തിന് മുകളിൽ തമ്പടിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. കൊല ചെയ്യുന്നതിന് മുൻപ് തന്നെ കരിങ്കൽ, ഇഷ്ടിക അടക്കമുള്ളവ അവർ നേരത്തെ അവിടെ കൊണ്ടുപോയി ഭദ്രമാക്കി വച്ചിരുന്നുവെന്നും ഇതുപോലെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു പ്രതിഷേധം വരുമ്പോൾ ഇവ പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഈ CPM പ്രവർത്തകർ ഇത്തരത്തിൽ അവിടെ ഉപകരണങ്ങൾ കോപ്പുകൂട്ടിയത്. കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നതെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. കണ്ണൻ അജു എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അവരെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അവർ കല്ലെറിഞ്ഞതെന്നും കൃത്യമായി റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഉയരുന്ന മറ്റൊരു കാര്യമെന്നത് ഇവരുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് ഒന്നിലും പരാമർശിക്കുന്നില്ല എന്നതാണ്. ഇവരുടെ രാഷ്ട്രീയ ബന്ധം CPM അനുഭാവികൾ ആണെന്നാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ആരോപിക്കുന്നത്. എന്നാൽ ഇവരുടെ ഈ പ്രതികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടതാണെന്നുള്ള ഒരു പരാമർശം റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് BJP നേതാക്കൾ ആരോപിക്കുന്നത്. അവനെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് പ്രതികൾ കല്ലെടുത്തെറിഞ്ഞത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2-ാം തീയതി രാവിലെ ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പന്തളത്തും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചന്ദ്രൻ ഉണ്ണിത്താനും ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് CPMലെ കുറച്ച് പ്രവർത്തകർ CPM ഓഫീസിന് മുകളിൽ നിന്നും ഇത്തരത്തിൽ ഒരു കല്ലേറ് നടത്തിയത്. കല്ലേറിൽ ചന്ദ്രൻ ഉണ്ണിത്താന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് അദ്ദേഹത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പ്രവേശിച്ചെങ്കിലും സ്ഥിതി ഗുരുതരമായതിനാൽ സ്വകാര്യ മെഡിക്കൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹം വൈകിട്ടോടെ മരിച്ചു എന്ന വാർത്തകൾ വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലാകമാനം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും BJP സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പലരെയും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള അക്രമാസക്തമാകുന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു. BJP ശക്തി കേന്ദ്രങ്ങളായിരുന്ന സ്ഥലത്തെല്ലാം BJP വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ BJPക്ക് ശക്തി കുറഞ്ഞ കേന്ദ്രങ്ങളിൽ BJP പ്രവർത്തകർക്ക് മാരകമായ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ നടപടിയും അതുപോലെ തന്നെ മറ്റ് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയിൽ നിന്നും ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസം ഹർത്താൽ സാക്ഷ്യം വഹിച്ചത് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾക്കായിരുന്നു. ഇതിനെല്ലാം കാരണം ശബരിമലയിലെ ആ യുവതികൾ പ്രവേശിച്ചത് എന്നത് വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന BJP പ്രവർത്തകൻ മരണപ്പെട്ടതും. എന്നാൽ ഈ സാഹചര്യത്തിൽ നൽകാൻ കഴിയുന്നത് ചന്ദ്രൻ ഉണ്ണിത്താന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നു എന്നതാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ അദ്ദേഹത്തെ ആസൂത്രിതമായി കൊലപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ തമ്പടിച്ചിരുന്നത് എന്നാണ്. അവനെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഇവർ കല്ലെറിഞ്ഞതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.